أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ വബഅദ്. സ്വല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങളെ ഹുറൂഫുൽ മുഖത്തഅത്ത് കൊണ്ടാണ് അള്ളാഹു ആരംഭിക്കുന്നത്. അതിൽ തന്നെ 3 അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സൂറത്തുൽ അൻകബൂത്ത്. അലിഫ് ലാം മീം എന്നതാണ് ഇതിൻ്റെ ആദ്യ വചനം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വെളിച്ചം വോയിസിൽ തന്നെ നമ്മൾ നേരത്തെ പലവരും സൂചിപ്പിച്ചതിനാൽ വീണ്ടും ഇത്തരമൊരു ചർച്ച നമ്മൾ ആവർത്തിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ അധ്യായങ്ങളെല്ലാം ആ കേവലാക്ഷരങ്ങളെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ കിതാബുമായി, ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് തൊട്ടടുത്ത വചനങ്ങളിലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 3 അധ്യായങ്ങളിൽ കേവലാക്ഷരങ്ങൾക്ക് ശേഷം മറ്റു 3 വിഷയങ്ങളെയാണ് പരാമർശിച്ച് കാണുന്നത്. എന്നാൽ അവ 3ഉം ഏറെ ഗംഭീര്യമായതും മഹത്തരവുമായ വിഷയങ്ങളാണ്, ചർച്ചകളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 29-ാം അധ്യായമായ സൂറത്തുൽ അൻകബൂത്ത് അത്തരമൊരു അധ്യായമാണ്. മറ്റൊന്ന് 19-ാം അധ്യായം സൂറത്തു മറിയം, തൊട്ടടുത്ത തന്നെ അധ്യായമായ സൂറത്തു റൂം. ഇവയാണ് ഇത്തരം 3 അധ്യായങ്ങൾ പ്രത്യേകമായി കേവലാക്ഷരങ്ങൾക്ക് ശേഷം ചില വ്യത്യസ്ത വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഇനി 2ാമത്തെ വചനത്തിലേക്ക് പോകുമ്പോൾ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് തങ്ങളെ പരീക്ഷിക്കാതെ അള്ളാഹു അവരെ വെറുതെ വിട്ടുകളയുമെന്ന് അവർ വിചാരിക്കുന്നുവോ എന്നിങ്ങനെയാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇത് വിശ്വാസികളോടാണ് അള്ളാഹു ചോദിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം തന്നെ മനസ്സിലാക്കാം. ഏത് തരം വിശ്വാസികളോടാണ് ഈ ചോദ്യമുള്ളത്? ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ സത്യവിശ്വാസം സ്വീകരിച്ച മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് വിവരണാതീതമായ മർദ്ദനങ്ങളും ക്രൂരമായ പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കാര്യത്തിലാണ് അള്ളാഹു ഇപ്രകാരം ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഗൗരവവും അതിൻ്റെ മഹാത്മ്യവുമൊക്കെ എത്രയേറെ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവരാണ് മുസ്ലിങ്ങളായി തീർന്നത് എങ്കിൽ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയും അവരെ പിടിച്ച് തുറങ്കിലടക്കുകയും അപമാനം വരുത്തിയുമൊക്കെ അവരെ പരീക്ഷിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അവരെ മർദ്ദിക്കുകയുണ്ടായി. ഇനി കച്ചവടക്കാരോ സാധാരണക്കാരോ ആണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ അവരുടെ ഉപജീവനം പാടെ അത് പ്രയാസപ്പെടുത്തിക്കൊണ്ട്, അത് ആ നിലക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ പരീക്ഷിച്ചു. അടിമകളോ താഴ്ന്ന ശ്രേണിയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നരകയാതകൾ തന്നെയായിരുന്നു അവരുടെ യജമാനന്മാരിൽ നിന്നൊക്കെ അവരുടെ മേൽ അവർ അഴിച്ചു വിട്ടിരുന്നത് എന്ന്, അല്ലെങ്കിൽ അപ്രകാരമാണ് ശത്രുക്കൾ അവരെ വേട്ടയാടിയിരുന്നത് എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഭയത്തിൻ്റെയും ഭീകരതയും ഒക്കെ ഒരു അന്തരീക്ഷ ഘട്ടത്തിലായിരുന്നു ഈ ആദ്യകാല വിശ്വാസികൾ മക്കത്ത് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. അത്തരമൊരു ഭീകരാന്തരീക്ഷത്തിലാണ് അള്ളാഹു അവരോട്, ആ വിശ്വാസികളോട് ചോദിക്കുന്നത്, ആമന്ന എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ മക്കയിലെ ശുഹദാക്കളുടെ നേതാക്കന്മാരാണ് യാസിർ അമ്മാർ കുടുംബം. സുമയ്യ ബീവിയെ നെടുക പിളർത്തിയത് ചുട്ടുപഴുത്ത കുന്തമുന കൊണ്ടായിരുന്നു. ബിലാലിന്റെ നെഞ്ചത്ത് വെച്ച പാറക്കല്ലിനേക്കാൾ ചൂടുണ്ടായിരുന്നു അദ്ദേഹത്തെ വിവസ്ത്രനാക്കി കിടത്തപ്പെട്ട ആ മണലാരണ്യത്തിന്. കൊല്ലപ്പണിക്കാരനായ ഖബ്ബാബിനെ കിടത്തിയത് തീക്കനലിലായിരുന്നു. അതുകൊണ്ടുണ്ടായ മുറിവിൽ നിന്ന് വരുന്ന നീരാണ് ആ വിരിച്ചിട്ട തീക്കനലുകളെ കെടുത്തിയിരുന്നത് എന്ന് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ കുപ്പായമാറ് പൊക്കിക്കാണിച്ചുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഈ സ്വഹാബത്തിനോടാണ്, ഇത്രയേറെ ആഴമേറിയ മൂർച്ചയേറിയ പരീക്ഷണങ്ങൾ ദീനിനു വേണ്ടി സഹിച്ചിട്ടുള്ള ആ സ്വഹാബത്തിനോടാണ്
അള്ളാഹുവിൻ്റെ ചോദ്യം, ഒന്നും സഹിക്കാതെ ചുളിവിൽ സ്വർഗം നേടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഖുറൈശികളുടെ മർദ്ദനം അസഹനീയമായപ്പോൾ ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ സഹായത്തിനായി നിങ്ങൾ തേടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേ ആ കഅബയുടെ തണലിൽ വിശ്രമിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് ആളെ കൊണ്ടുവന്ന് കുഴിവെട്ടി അതിലിറക്കി ഈർച്ചവാള് കൊണ്ട് നെടുക പിളർത്തിയിട്ടുണ്ട്. അവരെ ആ കുഴിയിൽ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് പച്ചയായി മാംസം അത് വാർന്നെടുത്തിട്ടുണ്ട്. എന്നിട്ടും അവരുടെ മതത്തിന് പോറൽ സംഭവിച്ചിട്ടില്ല തന്നെ. അതിനാൽ നിങ്ങളും കാത്തിരിക്കുക. സുൻആ മുതൽ ഹദറമൗത്ത് വരെയുള്ള ഒരു യാത്ര, ആ ഒരു പ്രദേശം, അത് കൃത്യമായ സുരക്ഷിതമായ ഒരു യാത്ര നടത്താവുന്ന കാലം അത് വന്നെത്തുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ അവർക്ക് പ്രതീക്ഷയുടെ വാക്കുകൾ നൽകി ആ രീതിയിലുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ആരാണ് യഥാർത്ഥ വിശ്വാസി? ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ആഴവും ദൃഢതയും എത്രയുണ്ടെന്ന് പരീക്ഷിച്ചു നോക്കാതെ വിശ്വാസിയെ സംബന്ധിച്ച് സ്വർഗാരോഹണം അത് എളുപ്പമല്ലെന്ന് വിശുദ്ധ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദീനിനു വേണ്ടി ഹിജറ പോകാനും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമരം നടത്താനും നിയമങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെയായി ജീവിതത്തിൽ പാലിക്കാനുമൊക്കെയുള്ള രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ധനത്തിലും ദേഹത്തിലും അതോടൊപ്പം തന്നെ മാനത്തിലും വരുന്ന കഷ്ടനഷ്ടങ്ങൾ, അതുപോലെ ആരാധനകളെ കൊണ്ടും അനുഷ്ഠാനങ്ങളെ കൊണ്ടും സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു വിശ്വാസിയുടെ മുമ്പിൽ പരീക്ഷണങ്ങളായി കടന്നു വരുമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ഈ വചനം കൊണ്ടും ഇതുപോലെയുള്ള വിശുദ്ധ ഖുർആനിലെ മറ്റു വചനങ്ങളെ കൊണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, അതിൽ തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പരീക്ഷണത്തിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും അതിൻ്റെ ദൈർഘ്യവുമൊക്കെ അതിൻ്റെ കനവുമൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് കൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായൊരു വാക്കുകൾ ഈ വിഷയകമായി നമുക്ക് ഇങ്ങനെ വായിക്കാം: യുബ്തല റജുലു അലാ ഹസബി ദീനിഹി ഫഇൻ കാന ദീനുഹു സ്വലബത്തുൻ സീദ ബലാഇഹി. ഓരോരുത്തരുടെയും ദീനിൻ്റെ അളവനുസരിച്ച് അവരെ അള്ളാഹു അവൻ്റെ പരീക്ഷണത്തിൽ വ്യത്യാസമുണ്ടായി ആ നിലക്ക് അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന്, ആ നിലക്കുള്ള പരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യവും, വിശ്വാസികളെ, നിങ്ങളെ പരീക്ഷിക്കാതെ അള്ളാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്. അള്ളാഹുവിൻ്റെ സഹായം എവിടെ, എപ്പോഴാണ് എന്ന് ചോദിക്കുമാർ അവരെ പിടിച്ചു കുലുക്കുന്ന സുൽസിലു, അവരെ പിടിച്ചു കുലുക്കുന്ന പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് 2-ാം അധ്യായത്തിൻ്റെ 214-ാമത്തെ വചനം. മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്? വലമായ അലമില്ലാഹുല്ലദീന ജാഹദു മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങൾക്കിടയിൽ നിന്ന് ആരാണ് ക്ഷമാശീലരായിട്ടുള്ള ആളുകൾ, ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവരെന്ന് തിരിച്ചറിയാതെ പരീക്ഷിക്കാതെ നിങ്ങളെ അള്ളാഹു വെറുതെ വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? 3-ാം അധ്യായം 142-ാമത്തെ വചനം. ഇത് ഉഹുദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹു ചോദിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ജീവിതത്തിൽ വിശ്വാസിക്കത്രത്തോളം പരീക്ഷണം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ആ തീർച്ചയെ, അസത്യത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 16-ാമത്തെ വചനത്തിൽ അം ഹസിബതും അൻ തുത്റകു വലമാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വലം യത്തഖിദു മിൻ ദൂനില്ലാഹി വലാ റസൂലിഹി വലൽ മുഅ്മിനീന വലിജതൻ. അള്ളാഹുവിൻ്റെ ചോദ്യം അവിടെയും അപ്രകാരമാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാണ് സമരം ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാതെ അള്ളാഹു നിങ്ങളെ വൃഥ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മറ്റൊന്ന് 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിൻ്റെ 31-ാമത്തെ വചനം, വലനബലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുജാഹിദ്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ സ്വാബിർ, ക്ഷമാശീലമുള്ളവൻ, ക്ഷമിക്കുന്നവൻ എന്നൊക്കെ പരീക്ഷിച്ചിട്ടേ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവറിഞ്ഞിട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയുള്ളൂ എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വിശദീകരിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ തൊട്ടടുത്ത വചനം
മുമ്പുള്ളവരെ നാം അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട് എന്നുകൂടെ അള്ളാഹു ഉറപ്പ് വരുത്താൻ വേണ്ടി, കാര്യങ്ങളെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു നടപടിക്രമത്തെ വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് തെളിവായിട്ട് അള്ളാഹു സമർപ്പിക്കുന്നു. വലഖദ് ഫത്തനല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് പേരെ ഞാൻ പരീക്ഷിച്ചിട്ടില്ലേ. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞ് ചുടുവിൽ സ്വർഗം പറ്റാമെന്ന് നിങ്ങളും വിചാരിക്കേണ്ടതില്ല. അവരെയൊക്കെ നാം നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. 950 വർഷക്കാലത്തിന്റെ പ്രബോധനം നടത്തിയിട്ടുള്ള നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ലേശത്തിന്റെ മടിത്തട്ടിൽ തന്നെയായിരുന്നു. ഇബ്രാഹിം എന്ന പ്രവാചകൻ, അള്ളാഹുവിന്റെ ആത്മമിത്രമെന്ന് ഖലീലുള്ള, അദ്ദേഹത്തെ അള്ളാഹു സ്വീകരിച്ചത് മണിമാളികളോ വലിയ കോട്ടകൊത്തളങ്ങളോ കൊട്ടാരങ്ങളോ നിർമ്മിച്ചുകൊണ്ടുള്ള സ്നേഹബന്ധം കാണിച്ചിട്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിധത്തിൽ സ്വന്തം മകനെ കൈകളാൽ അറുക്കേണ്ട ഒരവസ്ഥ വരുന്നത് വരെ, അല്ലെങ്കിൽ അങ്ങനെ നിലക്കുള്ള പരീക്ഷണങ്ങൾ പോലും ആ പ്രവാചകന്റെ ജീവിതത്തിൽ. മുസാ നബി, അതോടൊപ്പം തന്നെ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി, അയ്യൂബ് നബി, ഇങ്ങനെ പ്രവാചകന്മാരുടെ പരീക്ഷണമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ജീവിതങ്ങളെ വായിക്കുമ്പോൾ അങ്ങനെ ചിത്രങ്ങൾ അങ്ങനെ ഏറെ വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുകയാണ്. എന്നിട്ട് സൂചിപ്പിക്കുന്നു, അള്ളാഹു നിങ്ങളിൽ ആരാണ് സത്യം പറഞ്ഞവരെന്നും ആരാണ് കള്ളം പറയുന്നത് എന്നും പരീക്ഷിച്ചിട്ട് തന്നെയാണ് നിങ്ങളെ തിരിച്ചു വിളിക്കുകയുള്ളൂ എന്നുള്ളത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ഞാൻ മുസ്ലിമായി, ഞാൻ മുഅ്മിനായി എന്ന് കേവലം നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതം കൊണ്ട് അത് അർത്ഥവത്താക്കുന്നവൻ ആരാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനുള്ള പരീക്ഷണമാണ് ഈ ജീവിതം. നാവ് കൊണ്ട് പറഞ്ഞ സത്യസാക്ഷ്യം അത് സത്യസന്ധമാണെങ്കിൽ അവർ പിടിച്ചു നിൽക്കും. പരീക്ഷണങ്ങളെ അവർ ആ നിലക്കതിനെ അഭിമുഖീകരിക്കും. അവരെ അള്ളാഹു അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അള്ളാഹു സ്വർഗവും നൽകും. എന്നാൽ നാവ് കൊണ്ട് സത്യസാക്ഷ്യം പറഞ്ഞ് ആരാണ് പരീക്ഷണ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിൽക്കുന്നത് എന്ന് അള്ളാഹു അവൻ്റെ ഈമാനും ഇസ്ലാമും കള്ളമായിരുന്നു എന്ന് അവനെ ബോധ്യപ്പെടുത്തും. അത് അള്ളാഹു പരീക്ഷണത്തിലൂടെ അവനിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അത് അവനെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്കുള്ള ശിക്ഷയും അള്ളാഹു നൽകും. ഇതാണ് റബ്ബിൻ്റെ രീതി. ഇത് തിരിച്ചറിയാനാണ് പരീക്ഷണ വസ്തുവായി മനുഷ്യനെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അവൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് പരിശോധിക്കാൻ പരീക്ഷണങ്ങളെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ലല്ലോ. ആയതിനാൽ പരീക്ഷിക്കാതെ വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന് തീർത്തും അള്ളാഹു പറയുന്നു. ഇനി വചനം 4-ാമത്തേത്, തിന്മകൾ ചെയ്യുന്നവർ വിചാരിക്കുന്നവോ അവർ അള്ളാഹുവിനെ തോൽപ്പിച്ച് മറികടക്കാമെന്ന്, എങ്കിൽ അത് തീർത്തും ചീത്തയായ ധാരണ തന്നെയാണ് എന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ തിന്മകൾ പ്രവർത്തിക്കുന്നവർ മക്കത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ട ആ മക്ക കുഫാറുകൾ തന്നെയാണ്. അവർ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദീനിനെയും അവൻ്റെ ആ ദീനിൻ്റെ അനുയായികളെയും ഒക്കെ തോൽപ്പിച്ച് മുന്നേറുകയാണെന്ന് അവർ വിചാരിക്കുന്നുവെങ്കിൽ അതവർക്ക് തെറ്റിപ്പോയിട്ടുണ്ട് എന്നല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനം ഇറങ്ങുമ്പോൾ ഗാംഭീര്യമായി തന്നെ നിലകൊണ്ടിരുന്നവരാണ് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ. പക്ഷേ ഇവിടെ വെച്ചവർ പരാജയം എന്തെന്നവരറിഞ്ഞ് അവരുടെ ധാരണ തീർത്തും തെറ്റായിരുന്നു എന്ന് അള്ളാഹു അവരെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. മാത്രമല്ല ഈ വചനം കേവലം മക്കക്കാരുടെ മാത്രം നിലപാടിനെയല്ല ചോദ്യം ചെയ്യുന്നത്. ഇത്തരം നിലപാടുള്ള അല്ലെങ്കിൽ ലോകത്ത് അക്രമങ്ങൾ ചെയ്യുന്നവരുടെ വിചാരം ആരൊക്കെയുണ്ട് തിന്മകളിൽ മുഴുകുന്നവര്, അല്ലെങ്കിൽ റബ്ബിന്റെ മതമായ ഇസ്ലാം ദീനിനെതിരെ അപ്രകാരം അതിനെ എതിരെ നിൽക്കുന്നവരാരുണ്ട്, അതിനെതിരെ കുതിര കയറുന്നവരുടെ വിചാരം ഞങ്ങൾ അവരെ ശരിക്കും നിലംപരിശാക്കി കളഞ്ഞു, മതത്തിനെയും മതവക്താക്കളെയും ഒക്കെ ഞങ്ങൾ അടക്കി നിർത്തിയിട്ട് ഇനി ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്നൊക്കെ ഞങ്ങളെ തടുക്കാനോ ഞങ്ങളെ തകർക്കാനോ ആരുമില്ലെന്നൊരു അഹംഭാവം കൊണ്ട് അവർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ, തിന്മ ചെയ്യുന്ന അക്രമങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് വിചാരിക്കുന്നത് തങ്ങളാരും കാണുന്നില്ല, തങ്ങളെ തിരുത്താൻ ആരുമില്ല, തങ്ങളെ പിടികൂടാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളൊക്കെ ചില ധാരണകളാണ് ഇപ്പോഴും അവരാ തെറ്റിൽ തന്നെ അക്രമങ്ങളിൽ തന്നെ അവരെങ്ങനെ തുടരാൻ അവരെ അനുവദിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹു അവരോടൊക്കെയായി പറയുന്നു അതവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അതിനേക്കാൾ കേമന്മാരായവരെ അള്ളാഹു തകർത്തെറിഞ്ഞിട്ടുണ്ട്. സമുദ്രത്തിലിട്ട് അള്ളാഹു അവരെ മുക്കിക്കളഞ്ഞിട്ടുണ്ട്. ഭൂമിയെ പിളർത്തിയവരെ അതിൻ്റെ ആഴികളിലേക്ക് അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം തിന്മകളിൽ മുഴുകുന്ന ആളുകളെ, ഇത്തരം ദുർപ്രവർത്തനങ്ങളുമായി അക്രമങ്ങളുമായി ദീനിനെതിരെയുള്ള പോരാട്ടവുമായി കടന്നു വരുന്ന ആളുകൾ തീർച്ചയായും അവരൊരു വേള
ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും നല്ലതാണെന്ന് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ രീതി. അവൻ എല്ലാം കാണുന്നു, കൃത്യമായ സമയത്ത് അവൻ ഇടപെടുന്നു എന്നുള്ളതാണ്. സൂറത്ത് ഇബ്രാഹിമിന്റെ 42-ാമത്തെ വചനത്തിൽ അതെങ്ങനെയെന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വല തഹ്സബന്നല്ലാഹ് അല്ലാഹു ഗാഫിലൻ, അശ്രദ്ധയിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെപ്പറ്റി. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ, ഒരു ദിവസത്തേക്ക് അള്ളാഹു അവരെങ്ങനെ നീട്ടിവെച്ചിരിക്കുകയാണ്, അവർക്ക് സാവകാശം നൽകിയിരിക്കുകയാണ്. തശ്ഖാസു ഫിഹിൽ അബ്സാർ, അന്ന് അവരുടെ കണ്ണുകളെപ്പോലും തള്ളിപ്പോകുന്ന ഭയാനകമായ ദിവസം വരുമ്പോൾ അതവർക്ക് അനുഭവിക്കേണ്ടി വരുമെന്നും തീർച്ചയായും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ആകയാൽ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധാരാളമായി അവനവൻ്റെ വിശ്വാസത്തിൻ്റെ ഘനവും അതിൻ്റെ തൂക്കവും ഒക്കെ അനുസരിച്ച് ധാരാളമായി കടന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ ആ ഈമാനിൻ്റെ മാറ്റിനെ പ്രകടിപ്പിക്കാൻ, പ്രദർശിപ്പിക്കാൻ, ആ ക്ഷമ കൈകൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദീനിനെതിരെ അല്ലെങ്കിൽ തിന്മകളുമൊക്കെയായി മുഴുകി ജീവിക്കുമ്പോൾ അത് തങ്ങൾക്ക് ഈ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണെന്ന് ആരും വിചാരിച്ചു പോകേണ്ടതില്ല. അതവൻ്റെ ശിക്ഷയിലേക്ക് അവൻ തന്നെ സ്വയം തോണ്ടിക്കൊണ്ടിരിക്കുന്ന കുഴികളാണെന്ന്, അപകടങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ 3-4 വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. കാര്യങ്ങളെ തിരിച്ചറിയുക, ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങളെ നമ്മൾ കൊണ്ടുവരിക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.